നമ്മൾ മലയാളികൾ സ്ഥിരം പറയുന്ന ഒരു പരാതിയാണ് നമ്മുടെ നാട്ടിൽ മുഴുവൻ ബംഗാളികളാണ്, അവരെ തട്ടിയിട്ട് നടക്കാൻ പാടില്ല എന്നൊക്കെ. സത്യമല്ലേ? ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കേരള സർക്കാർ തീരുമാനിക്കുകയാണ് ബംഗാളികളെല്ലാം തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയിക്കോളൂ, ഇനി മുതൽ ബംഗാളികൾ ഇവിടെ പണിക്ക് വേണ്ട, നമ്മുടെ ആൾക്കാരെ പണി ചെയ്താൽ മതി എന്ന് വിചാരിക്കുകയാണെങ്കിൽ, എന്നൊരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത്? ഇപ്പോൾ ഏകദേശം യു കെയിലെ അവസ്ഥ ഇതുപോലെ തന്നെയാണ്. ഇവിടെ ബംഗാളികളെ, അതായത് നമ്മളെ തട്ടിയിട്ട് നടക്കാൻ പോലത്തെ അവസ്ഥയാണ്. എവിടെ തിരിഞ്ഞാലും ബംഗാളികളാണ്. ഇഷ്ടം പോലെ ആൾക്കാർ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നല്ലതുപോലെ ആൾക്കാർ യു കെയിലേക്ക് വന്ന് ചാടിയിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന. ഇപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഗവൺമെൻറ്, യു കെ ഗവൺമെൻറ് ഇപ്പോൾ ഏകദേശം ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്, അത് മാത്രമല്ല അവർ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ആളുകൾ ഇവിടെ വന്ന് ചാടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും, അതാണ് അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഗൾഫിൽ നിന്നുമെല്ലാം സ്വദേശീവൽക്കരണം എന്ന പേരിൽ നിരവധി ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു എന്നൊക്കെ ഞാൻ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അതുപോലൊന്നും ഇവിടെ സാധ്യമല്ല, അങ്ങനെയൊന്നും പറഞ്ഞു വിടാനും സാധിക്കില്ല. പക്ഷേ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇവിടെയുള്ള ആൾക്കാരെ മാത്രം വെച്ച് ഇവിടെ നിന്നൊന്നും നടക്കാൻ പോകുന്നില്ല, അതവർക്ക് സാധ്യവുമല്ല. പക്ഷേ കുറച്ച് ആളുകളെ എങ്ങനെ നിയമപരമായി തന്നെ പിരിച്ചുവിടാൻ സാധിക്കും, അതാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കോവിഡിന് ശേഷം നിരവധി ആളുകളാണ് യു കെയിൽ എത്തിയിരിക്കുന്നത്. അതിൽ നിരവധി സീനിയർ കാരിയേഴ്സ് ഉണ്ട്. അങ്ങനെ വന്നവർക്കെല്ലാം മിക്കവാറും തന്നെ 3 വർഷത്തെ വിസയിലാണ് വന്നിരിക്കുന്നത്. അവരുടെ വാർഷിക സാലറി ഏകദേശം 23,200 പൗണ്ട് മതിയായിരുന്നു. പക്ഷേ ഈ ഏപ്രിൽ മുതൽ ആ വാർഷിക സാലറി എന്നുള്ള 25,000 ആക്കിയിരിക്കുകയാണ്. അതായത് 12 പൗണ്ട് 82 പെൻസോ അങ്ങനെ ഒരു മണിക്കൂറിൽ വേണം. മിക്ക ആളുകളും ഈ സാലറി ത്രെഷോൾഡിൽ താഴെയാണ്. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ ഒരു വർഷം ഏകദേശം 1,500 പൗണ്ട് 2,000 പൗണ്ടിൽ താഴെ മാത്രമാണ് പൈസ വ്യത്യാസം വരുന്നുള്ളൂ എങ്കിൽ പണി തരണം എന്ന് വെച്ചാൽ ഇത് ധാരാളമാണ്. അവർക്കത് കൂട്ടാതിരിക്കാം, അത് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ പണി കിട്ടും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്ക നഴ്സിംഗ് ഹോമുകളും കെയർ ഹോമുകളും ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെ, അതായത് ഈ സാലറി ത്രെഷോൾഡ് കൂടിയ വെച്ചിട്ട് റിന്യൂ ചെയ്യുന്ന സമയമാകുമ്പോൾ ഇവർ റിന്യൂ ചെയ്ത് കൊടുക്കുന്നില്ല. അതായത് ഈ സാലറി തരാൻ സാധിക്കില്ല, അതുകൊണ്ട് റിന്യൂ ചെയ്യുന്നില്ല. അങ്ങനെ മിക്ക സ്ഥലത്തും ഇപ്പോൾ സംഭവിക്കുന്നതായി കേൾക്കുന്നു. എനിക്ക് പേഴ്സണലി ആരെയും അങ്ങനെ ചെയ്തവരെ പരിചയമില്ല, പക്ഷെ പലയിടത്തും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ കെയർ ഹോം നിങ്ങളുടെ വിസ റിന്യൂ ചെയ്ത് തരാം, എല്ലാ പേപ്പർ വർക്ക് തന്നാൽ പോലും ഹോം ഓഫീസ് ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ബ്രിട്ടീഷ് മലയാളി റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഇവിടെ ഒരു കെയർ ഹോമിൽ അങ്ങനെ സംഭവിച്ചു. 4 പേര്, ഒരേ കാറ്റഗറിയിലുള്ള 4 പേര് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 2 പേരുടെ വിസ അപ്രൂവ് ചെയ്തു, 2 പേരുടെ വിസ റിജക്റ്റ് ചെയ്തു. പ്രത്യേകിച്ച് ഒരു കാരണങ്ങളുമില്ല. ഇനിയിപ്പോൾ അഥവാ അപ്പീൽ പോയാലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ, ഇതുപോലെ എന്തെങ്കിലും സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്ന് കമൻറ്റായിട്ട് പറയണേ. ഞാൻ ഈ സീനിയർ കാരിയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ അത് അവരുടെ കാര്യം മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. നഴ്സുമാരുടെ കാര്യം വ്യത്യസ്തമൊന്നുമല്ല. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ഉള്ള ജോലി പോയി കഴിഞ്ഞാൽ പുതിയ ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും പിൻ നമ്പർ കിട്ടിയ നിരവധി ആളുകളാണ് ഇവിടെ തന്നെ, ഈ രാജ്യത്ത് തന്നെ ജോലിക്കായി കാത്തിരിക്കുന്നത് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കണം ഈ അവസരത്തിൽ. ഏതാണ്ട് ഇതുപോലത്തെ അവസ്ഥയൊക്കെ തന്നെയാണ് ഇവിടെ കടകളിലും മറ്റും വർക്ക് പെർമിറ്റ് കയറിയ ആളുകളുടെ അവസ്ഥയും. ഒന്നും വ്യത്യസ്തമല്ല. ചുരുക്കത്തിൽ എങ്ങനെ ഇവരെ പുറത്താക്കാം എന്ന് ആലോചിച്ചിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സുവർണ അവസരമാണ് നിങ്ങളെ പുറത്താക്കുവാനായിട്ട്. ഇനി അഥവാ നിർഭാഗ്യവശാൽ നിങ്ങൾക്കൊരു പണി കിട്ടിയെന്ന് വിചാരിക്കുക. പോകുന്ന പോക്കിൽ കൂടെയുള്ളവരെ തള്ളിയിടുന്ന ഒരു നമ്മുടെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, കൂടെയുള്ള പണി കൊടുത്തിട്ട് പോകുന്ന പരിപാടി, അത് ദയവ് ചെയ്ത് ഒഴിവാക്കുക. നിങ്ങൾക്കൊരു പണി കിട്ടിയെന്ന് വെച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഭാഗ്യക്കരുന്ന് മറ്റുള്ളവർ എന്ത് പിഴച്ചു, അവരെ ജീവിക്കാൻ അനുവദിക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ നാടല്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട്, ഇവിടെ നമ്മൾ ബംഗാളികൾ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ എങ്ങനെയും PR ആയി പിടിച്ച് നിൽക്കുക എന്നുള്ള നമ്മുടെ ആവശ്യമാണ്. ഒത്തിരി അഭ്യാസം കാണിക്കാതെ എങ്ങനെയും ഉള്ള ജോലി സ്ഥലത്ത് ഉള്ള ജോലി കളയാതെ ആളുകളെ വെറുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, കളയാതെ നോക്കുക. പിന്നീട് കൈയും കാലും അടിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഈ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെങ്ങനെ തരണം ചെയ്തെന്നുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമായിരിക്കും. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.